ലൈഫ് എന്ന് പറഞ്ഞത് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ട ഒന്നാണ്. നമ്മൾ ഒരു ചിട്ടപ്പെടുത്തിയിട്ടില്ല എങ്കിൽ പലതും വാണ്ടഡും അൺവാണ്ടഡും ഒക്കെ വരും. അപ്പോൾ ലൈഫിൽ പ്രോബ്ലം എന്ന് പറയുന്നത് ശരിക്കും നമ്മളും ഈ പ്രപഞ്ചമായിട്ടുള്ള ഒരു അലൈൻമെന്റിന്റെ പ്രശ്നമാണ്. അപ്പൊ അത് ഫോളോ ചെയ്യാണോ ഈസി ആയിട്ടെല്ലാം വരും. നമ്മളെ കേരളത്തിനൊരു പ്രോബ്ലം എന്താണെന്ന് അറിയാം, സാധാരണ ചുറ്റളവ് നോക്കലാണ് വാസ്തു. അങ്ങനെ ഒരു തെറ്റിദ്ധാരണയിലാണ് കേരളം. ആ ശരി വന്നു കുറ്റിയടിച്ചു അപ്പൊ കണക്ക് അത് പറയുള്ളൂ, അതേ ഉള്ളൂ. അപ്പൊ എന്താണെന്ന് വെച്ചാൽ കണക്ക് തെറ്റുമോ അങ്ങനെ ഉള്ള പേടിയിലാണ് എല്ലാവരും പോണത്. വാസ്തുഭാരതയിലെ അടുത്തൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ കൂടെ ഉള്ളത് വാസ്തു ആചാര്യൻ ഡോക്ടർ നിഷാൻ തോപ്പിൽ സാറാണ്. നമസ്കാരം സാർ. നമസ്തേ. നമസ്തേ. നമസ്തേ സാർ, വാസ്തുശാസ്ത്രം ശരിക്കും നമ്മുടെ ലൈഫ് അതൊക്കെ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ ലൈഫ്, നമ്മൾ പോകുന്ന രീതികൾ, നമുക്ക് നമ്മുടെ ലൈഫിൽ ഉണ്ടാവാൻ പോകുന്ന ഒബ്സ്റ്റക്കിൾസ്, കാര്യങ്ങൾ, ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു സാധാരണക്കാരന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. നല്ല ചോദ്യമാണത്. ഇത് എന്താണെന്ന് അറിയോ, ലൈഫ് എന്ന് പറഞ്ഞത് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ട ഒന്നാണ്. അതായത് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് എന്താ അരിയുടെ വിതയ്ക്കണം. അപ്പൊ ആദ്യം നമ്മൾ കളകളൊക്കെ ഒഴിവാക്കിയിട്ട് അരി ഇട്ട് കഴിഞ്ഞാലാണ് അരി മുളച്ച് വരിക. ഇല്ലെങ്കിൽ കണ്ട അതും ഇതൊക്കെ ഇതാവും, അപ്പൊ ഇതൊക്കെ കൊള്ളും. അതുമാതിരി തന്നെയാണ് ലൈഫ്. നമ്മൾ ഒരു ചിട്ടപ്പെടുത്തിയിട്ടില്ല എങ്കിൽ പലതും വാണ്ടഡും അൺവാണ്ടഡും ഒക്കെ വരും. അപ്പൊ നമ്മൾ വാസ്തു എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളൊരു സിസ്റ്റം കൊണ്ടുവരികയാണത്. അതായത് നമുക്കൊരു ഋത്തം ഉണ്ട്, യൂണിവേഴ്സിനും ഒരു ഋത്തം ഉണ്ട്. അപ്പോൾ ലൈഫിൽ പ്രോബ്ലം എന്ന് പറയുന്നത് ശരിക്കും നമ്മളും ഈ പ്രപഞ്ചമായിട്ടുള്ള ഒരു അലൈൻമെന്റിന്റെ പ്രശ്നമാണ്. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണോ ആ പ്രശ്നം ഈ പ്രശ്നം അങ്ങനെ കുറെ അടിയൊക്കെ കിട്ടിയിട്ട് നമ്മൾ പഠിക്കേണ്ടി വരും. ആണ്. അപ്പൊ അതെന്താണെന്ന് വെച്ചാല് നല്ലതാണത്. പക്ഷെ എന്താ പറഞ്ഞാൽ സമയം പിന്നെന്ന് പറഞ്ഞാൽ കുറെ ധനനഷ്ടം വരും, കുറെ ലൈഫിൽ നമ്മൾ കുറെ സഫർ ചെയ്യേണ്ടി വരും. അപ്പൊ വാസ്തു ശാസ്ത്രം ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരിക, ഡിസിപ്ലിൻഡ് ആയിട്ട്. അതായത് യൂണിവേഴ്സുമായിട്ട് കണക്റ്റഡ് ആയിട്ട് പോകാനുള്ള ഒരു ഡിസിപ്ലിനാണ്. യൂണിവേഴ്സ് എന്ന് പറഞ്ഞാൽ സമൃദ്ധിയിലാണ്, എപ്പോഴും കണ്ടിട്ടില്ല, എല്ലാം നല്ല അബൻഡൻസാണ് എല്ലാത്തിനും. അപ്പൊ നമ്മളെ ചിന്താഗതികളും നമ്മളതുമാണ് നമ്മളെ അബൻഡൻസ് മാറ്റി നിർത്തുന്നത്. യഥാർത്ഥത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ ഹിന്ദു ദേവിമാരെ കണ്ടില്ലേ, ദരിദ്രവാസിയായിട്ട് ഏതെങ്കിലും ദേവിനെ കണ്ടിട്ടുണ്ടോ? ഒക്കെ സമൃദ്ധിയില്ല. അതാണ് സുന്ദരികളും നിന്റെ മേലെ തന്നെ സുന്ദരികളും ഒക്കെയാണ്, സമൃദ്ധിയിലാണ് അല്ലേ. അതേപോലെ തന്നെ ആ സൗന്ദര്യം, സമൃദ്ധി, ഐശ്വര്യം, ഇതൊക്കെയാണ് യൂണിവേഴ്സിന്റെ ഭാഷ. അപ്പൊ നമ്മൾ വെറുതെ ടെൻഷൻ അടിച്ച് പ്രശ്നമായി അപ്പൊ എന്താ ഈ താളത്തു നിന്നൊക്കെ മാറും. അതായത് തെറ്റോ എന്നുള്ള ചിന്തയാണ് നമ്മളെ കൊണ്ട് തെറ്റിക്കുന്നത്. അപ്പൊ പറയണത് എന്താണെന്ന് വെച്ചാൽ വാസ്തുശാസ്ത്രം ഉപയോഗിക്കുമ്പോൾ യൂണിവേഴ്സിന്റെ ഒരു ഋത്തമുണ്ട്, അത് നാച്ചുറലാ. കഴിയുന്നോ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ആ നാച്ചുറൽ വേയിൽ നമ്മൾ വന്നു കഴിഞ്ഞോ നാച്ചുറലി തന്നെ സമൃദ്ധി വരും, പിന്നെ ഒരുപാട് സന്തോഷം വരും, റീസൺ ഒന്നും ഇല്ലാണ്ട് തന്നെ നല്ല ഹാപ്പിനെസ് വരും. സാർ ഇപ്പൊ ഈ പറഞ്ഞത് നമ്മുടെ ഈ മാനിഫെസ്റ്റേഷൻ, പോസിറ്റീവ് എനർജി, ഇതൊക്കെ ആയിട്ട് കണക്റ്റഡ് അല്ലേ എല്ലാം? അതായത് നമുക്കുള്ള കാര്യം നമുക്ക് വിൽക്കാൻ അറിയില്ല. യൂറോപ്യൻസ് ആണ് എന്താണ് സീക്രട്ടും അതും ഇതും മാനിഫെസ്റ്റേഷനും ലോ ഓഫ് അട്രാക്ഷനും ഒക്കെ ആയിട്ട് വിൽക്കണത്. യഥാർത്ഥത്തിൽ ഇതൊക്കെ ഇന്ത്യന്ന് പോയ സാധനമാണ്. പക്ഷെ എന്ന് പറഞ്ഞാൽ അതിന് അങ്ങനെ സെല്ല് ചെയ്യാൻ നമുക്ക് അറിഞ്ഞൂടാ, ആണ് നമ്മുടെ യഥാർത്ഥത്തിലുള്ള പ്രോബ്ലം. അപ്പൊ വാസ്തു ശാസ്ത്രം ഉപയോഗിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓൾറെഡി 18 ഋഷിമാര് മെഡിറ്റേറ്റ് ചെയ്ത് കണ്ടെത്തിയ കുറെ ലോസ് ആണ്. അതായത് തന്നെ ഈ യൂണിവേഴ്സ് എന്ന് വെച്ചാൽ ഇറ്റ് ക്രിയേറ്റഡ് ഫ്രം നത്തിങ്, ഒന്നും ഇല്ലാത്തതിൽ നിന്ന് എല്ലാം സൃഷ്ടിക്കപ്പെടുക. ഇപ്പൊ ഒരു പയറിന്റെ മണി, ആ പയറിന്റെ മണി അതിൽ കാണുമ്പോ ഒന്നുമില്ല, ഒരു പൊട്ടൻ സാധനമാണ് അല്ലേ, അതിലൊന്നുമില്ല. പക്ഷെ അതിട്ട് കഴിഞ്ഞാൽ എന്താ ചെടിയാവും, പിന്നെ ആയിരക്കണക്കിന് പയറുണ്ടാവും. അപ്പൊ ഒന്നും ഇല്ലാത്തതിന് ആയിരക്കണക്കിന് ഉണ്ടാകുക. ആ ഒരു നത്തിങ് എവറിത്തിങ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു സയൻസ് ആണ് വാസ്തു. അപ്പൊ അതിന് ചില നോംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്. ഒന്നുമില്ല, ഈ 18 ഋഷിമാര് കണ്ടെത്തിയ നിയമങ്ങളാണ്. അപ്പൊ തീ കത്തിക്കുകയാണ്, തീ കത്തിച്ചെന്താവും, മേലേക്ക് പോകും. വെള്ളം ഒഴിച്ചാലോ മേലേക്ക് പോവോ? മേലേക്ക് പോകണേ മോട്ടോർ വെക്കേണ്ടി അല്ലേ. എന്തായാലും നാച്ചുറലി അതിന്റെ ഇത് താഴേക്ക് വരികയാണ്. അപ്പൊ അങ്ങനെയുള്ള കുറെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത കുറെ ലോസ് ഉണ്ട്. സൂര്യൻ കിഴക്കുദിക്കുന്നത്, നാളെ മുതൽ പടിഞ്ഞാറ് ഉച്ചന്നാൾ നടക്കുവോ? ഇല്ല. അപ്പൊ ഏറ്റവും ഈസിയസ്റ്റ് എന്താണെന്ന് വെച്ചാൽ അതുമായിട്ട് ജൽ വിത്ത് അതുമായിട്ട് ഒന്ന് കൂടി ചേർന്നിട്ട് നമ്മൾ അത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ നാച്ചുറൽ ഓർഡർ നമ്മളിൽ വരും.
ഓക്കെ ഓക്കെ. അപ്പൊ നാച്ചുറലി തന്നെ അവിടെ സമൃദ്ധി വരും. ഇത് നമ്മൾ ബുദ്ധിമാനാകണം, ബുദ്ധിയൊക്കെ വേണം, പക്ഷെ ബുദ്ധിമാനാകേണ്ടത് ഈ നാച്ചുറലി എങ്ങനെയാ ലൈനാകുക, അതിനാണ് വേണ്ടത്. ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ അബ്സ്ട്രാക്ട് ആവും. അബ്സ്ട്രാക്ട് ആകുന്നതിന് തെറ്റൊന്നുമില്ല കേട്ടോ, ആർട്ടിന്റെ ഭാഷയിൽ ഓക്കെയാ. പക്ഷെ ലൈഫിൽ അബ്സ്ട്രാക്ട് ആകുമ്പോൾ കുറെ സ്ട്രഗിൾസ് വരും. അപ്പം ഏറ്റവും ഈസിയസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ആ യൂണിവേഴ്സിന്റെ ഒരു പാത്ത് ഉണ്ട് ചിലത്, അപ്പൊ അത് ഫോളോ ചെയ്യണോ ഈസി ആയിട്ടെല്ലാം വരും. അപ്പൊ എന്താ ഹാപ്പി മാൻ ലക്കി ഗോ, സന്തോഷമായിട്ട് കൊണ്ട് ഭാഗ്യം കൊണ്ടൊക്കെ നടക്കുന്നു. അങ്ങനെ ഒരു അവസ്ഥ വരും. അത് 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 വരും കേട്ടോ, വെറുതെ പറയില്ല. ഞാൻ എന്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നേ അതൊക്കെ. ഞാനൊരു 10-32 വർഷമായി ഇതില്. അപ്പൊ ഈ പറഞ്ഞ ഈ എന്താ പറയാ കഷ്ടപ്പാട് അത് ഇതൊക്കെ ഞാനും പോയതാ. അപ്പൊ അതിൽ നിന്ന് പോകുമ്പോ ഞാൻ കരുതിയതെല്ലാം നമ്മൾ ഉണ്ടാക്കുക അതൊക്കെയാണ്. അപ്പൊ പിന്നെയാണ് ഇങ്ങനെ ഓരോന്ന് പഠിക്കുന്നത്, അത് അപ്ലൈ ചെയ്യണ്. അപ്പൊ ഞാൻ പറയാ എല്ലാം പ്രൂവൻ സക്സസ് മെത്തേഡ് എന്ന് പറയാ. ഓരോന്നും ഞാൻ തന്നെ പരീക്ഷിച്ചു, എനിക്ക് അത് റിസൾട്ട് വരുന്നത്. അതാണ് പിന്നെ ഞാൻ വാസ്തുശാസ്ത്രത്തിന്റെ ഇതിലായിട്ട് എടുത്തത്. ഇപ്പൊ വാസ്തു ഭാരതി എന്ന് പറഞ്ഞ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനായി. അപ്പൊ അതിൽ നിന്ന് പഠിപ്പിക്കണു. എനിക്ക് ഒരുപാട് റിസൾട്ട് ഉണ്ട്, അതുകൊണ്ടാണ് എന്റെ കോൺഫിഡൻസും അതാണ് കേട്ടോ. വാസ്തുശാസ്ത്രം വളരെ വിപുലമായൊരു ശാസ്ത്ര ശാഖയാണല്ലോ. അപ്പോൾ ഒരു സാധാരണക്കാരന് ഈ വാസ്തുശാസ്ത്രത്തിൽ നിന്ന് എന്തെല്ലാം പഠിക്കാൻ പറ്റുക? നമ്മുടെ വാസ്തുഭാരതിയിലെ ഏതൊക്കെ കോഴ്സുകളാണ് അതിനെ ഹെൽപ്ഫുൾ ആവുക? എങ്ങനെയായിരിക്കും ആ ഒരു വ്യക്തിക്ക് അത് ഉദ്ദേശിക്കുന്നത്? വാസ്തുഭാരതിയിലെ കോഴ്സുകളാണോ? വാസ്തുഭാരതിയിലെ കോഴ്സുകൾ ഏതൊക്കെ തരത്തിൽ അതിനെ ഹെൽപ്ഫുൾ ആവുന്നല്ലേ? ഇത് ഇത്രയേ ഉള്ളൂ. ഏറ്റവും താഴെയുള്ള ആളും ഏറ്റവും ടോപ്പുള്ള ആളും ആഗ്രഹിക്കുന്നത് ഇനിയും കുറച്ചുകൂടി പൊന്തണമെന്നാണ്, ബെസ്റ്റ് ആണ്, ഉയരണം എന്നാണ്. അപ്പൊ വാസ്തുഭാരതിയിൽ എല്ലാ തട്ടുകാർക്കുള്ള കോഴ്സുകളുണ്ട്. ഏറ്റവും ചെറുതെന്ന് പറഞ്ഞാൽ ഇപ്പോ ഈ ക്രിസ്മസിന് ഒരു സമ്മാനമായിട്ട് വാസ്തുഭാരതിയിൽ ഒരു വാസ്തു വിജ്ഞാൻ എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം ഉണ്ട്. വലിയ ഫീസ് കേട്ടോ. എത്രയാണെന്ന് അറിയാം? 9 രൂപ. വെറും 9 രൂപ കൊടുക്കാൻ പറ്റാത്ത സാധാരണക്കാരുണ്ടോ? ചായ പോലും കിട്ടൂല കേട്ടോ. 9 രൂപ ചായ കൊടുക്കണപ്പോ 12 രൂപ കൊടുക്കണം. അപ്പൊ ഈ 9 രൂപന്റെ പ്രോഗ്രാം എന്ന് പറഞ്ഞാല് വാസ്തു വിജ്ഞാൻ എന്നാണ് പേര്. അപ്പൊ അതിലെന്താണെന്ന് വെച്ചാൽ ഒരു 4 ദിവസം നിങ്ങൾക്ക് അതിന്റെ ഒരു വീഡിയോസ് ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ കുറെ നോട്ട്സ് വരും, വാട്സപ്പിലാണ് വരിക. പിന്നെ എല്ലാ ദിവസവും വൈകിട്ട് നമ്മള് നിശാന്തോപ്പിൽ, അതായത് ഞാനുമായിട്ട് ഒരു അഭിമുഖം ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ചോദ്യം ചോദിക്കുക, അപ്പൊ സംശയങ്ങൾ ചോദിക്കുക. അപ്പൊ ഇതിന്റെ ക്ലാസ്സും കാണിക്കും. 3 ദിവസമാണ് ശരിക്കും ക്ലാസ് ആയിട്ട് ഉണ്ടാകുക. പിന്നെ അത് കഴിഞ്ഞാൽ നമ്മൾ ആ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് എപ്പോഴും ചോദിക്കുകയൊക്കെ ചെയ്യാതെ അങ്ങനെയായിട്ട്. അതാണ് ഏറ്റവും അത് ഉദ്ദേശം. ഇതാണ് ഈ പറഞ്ഞ സാധാരണക്കാര്. അപ്പൊ സാധാരണക്കാരന് ഇതിനെ കുറിച്ച് ഒരു അവയർനെസ് ഉണ്ടാക്കുക എന്നുള്ളത്. വാസ്തുവിജ്ഞാൻ കൊണ്ട് 9 രൂപ കൊടുത്തിട്ട് ഫുള്ള് വാസ്തു പഠിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാലും പഠിക്കാനൊന്നും പറ്റില്ല. പക്ഷെ നമുക്ക് ഒരു നാച്ചുറൽ ഓർഡറിലേക്ക് വരാൻ പറ്റും. ഇതിനൊരു റീസണും കൂടി ഉണ്ട്. നമ്മുടെ കേരളത്തിന് ഒരു പ്രോബ്ലം എന്താണെന്ന് അറിയോ? സാധാരണ ചുറ്റളവ് നോക്കലാണ് വാസ്തു. അങ്ങനെ ഒരു തെറ്റിദ്ധാരണയിലാണ് കേരളം. വാസ്തു എന്ന് പറഞ്ഞാൽ വലിയൊരു സബ്ജക്റ്റാണ്, ഒരുപാട് കാര്യമുണ്ട് അതിലെന്ന് പറഞ്ഞാൽ. പ്രപഞ്ചത്തിന്റെ ഒഴുക്കുണ്ട്, പിന്നെ പഞ്ചഭൂതങ്ങളുണ്ട്, അങ്ങനെ കുറെ സബ്ജക്ട്സ് ഉണ്ട്. പക്ഷെ നിർഭാഗ്യവശാൽ നമ്മളെവിടെ ആ ശരി വന്നു കുറ്റിയടിച്ചു, അപ്പൊ കണക്ക് അത് പറയുള്ളൂ, അതേ ഉള്ളൂ. അപ്പൊ എന്താണെന്ന് വെച്ചാൽ കണക്ക് തെറ്റുമോ അങ്ങനെ ഉള്ള പേടിയിലാണ് എല്ലാരും പോണത്. ഇനി അതെ സാറേ ഒന്ന് ശരിക്കും നോക്കണേ, പ്രശ്നം ഒന്നും ഉണ്ടായിരുന്നേ. ഈ ഒരു അപ്രോച്ച് മാറ്റിയിട്ട് നമുക്ക് ഭാഗ്യം ഉണ്ടാകണം, നമുക്ക് സമൃദ്ധി ഉണ്ടാകണം, ഒരുപാട് സന്തോഷം ഉണ്ടാകണം. ആ ഒരു ഇതിലേക്ക് വരുത്താനാണ് ഈ വാസ്തുവിജ്ഞാൻ. 9 രൂപേന്റെ കോഴ്സാണ്. അപ്പൊ ഇപ്പൊ 25-ന് ക്രിസ്മസ്, അടുത്ത ദിവസം 26, 27, 28 3 ദിവസമായിട്ട് നടക്കും. അപ്പോ പറയണതാണ് കോഴ്സ് നമ്മൾ എല്ലാവരും ചെയ്യണത്. കാരണം എന്ന് പറഞ്ഞാല് 2 ഉദ്ദേശമാണ്. ഒന്ന്, പൊതുജനങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ശരിയായ ധാരണ ഇല്ലാത്തയാണ് ബാക്കിയുള്ളവർ ഇതിനെ മുതലെടുക്കുന്നത്. പറയണ്, പേടിപ്പിക്കണ്, അതങ്ങനെയാട്ടോ, കഞ്ഞിമൂല അങ്ങനെയാട്ടോ, പ്രശ്നം ആണ്. അപ്പൊ ഈ ഭയം എന്തുകൊണ്ടാ വരുന്നത് വെച്ചാൽ അതിന്റെ സയന്റിഫിക് ഫാക്റ്റും ശരിയായിട്ടുള്ള എന്താണെന്നും ആരും പറഞ്ഞു കൊടുക്കണില്ല ഇവിടെ. കാരണം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ കുറെ സീക്രട്സ് ഒക്കെ പുറത്തു വന്നു പോകെ. ആ ഒരു ഇതിലാണ്. പക്ഷെ ഞാനെന്താ ചെയ്യല് വെച്ചാൽ ഒക്കെ കൊണ്ട് തുറന്നു പറയില്ല, ഒന്നുമില്ല. അതുകൊണ്ട് എനിക്കൊരു നഷ്ടവും വന്നിട്ടില്ല. അതുപോലെ തന്നെ അതുകൊണ്ട് എനിക്ക് കൺസൾട്ടിങ് വരുന്ന പറയും ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ ഞാനത് കുറച്ചും കൂടി ആ ഒരു അവയർനെസ് കൂട്ടുക എന്നുള്ള ഉദ്ദേശത്തിലാണ് അത് നടത്തുന്നത്. സാറിന്റെ മോട്ടീവ് എന്തായാലും അടിപൊളി. നമ്മൾ മറ്റേത് പറയില്ലേ, 1 രൂപ ഡോക്ടർ എന്നൊക്കെ പറയില്ലേ, എല്ലാവർക്കും ചികിത്സ. അത് പറയുന്ന പോലെ എല്ലാവർക്കും 9 രൂപയ്ക്ക് നമുക്ക് അതിന്റെ ഒരു അവയർനെസ് കിട്ടണം. അത് എന്താണെന്ന് അറിയാം, എല്ലാവർക്കും എനിക്കും ചെയ്യാൻ പറ്റണം, എനിക്കും വാസ്തു അറിയണം, ഞാൻ തന്നെ സ്വയം അതിനു വേണ്ടിയിട്ട്
ഒരു 3 ദിവസം മാറ്റി വെക്കും. 3 ദിവസം എന്ന് പറഞ്ഞാൽ അത്രയൊന്നും ഇല്ല കേട്ടോ, ആ കൂടി എല്ലാ ദിവസവും 1 മണിക്കൂറേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ രാവിലെ തന്നെ നിങ്ങൾക്ക് ഒരു നോട്ട്സ് വരും. അപ്പൊ അത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്നൊക്കെ നോക്കി മനസ്സിലാക്കി പറ്റും. എന്തായാലും പൊളിച്ചു മാറ്റലൊന്നും വേണ്ട, ഇല്ലാണ്ട് തന്നെ നിങ്ങൾക്ക് വാസ്തു റെഡിയാക്കാം. പിന്നെ വരുന്നത് എന്ന് പറഞ്ഞാൽ സയന്റിഫിക് വാസ്തു എന്ന് പറയും. സയന്റിഫിക് വാസ്തു എന്ന് പറഞ്ഞാൽ ഒരു 18 ദിവസത്തെ പ്രോഗ്രാമാണ്. 18 ദിവസത്തെ പ്രോഗ്രാം നമുക്ക് എല്ലാ ദിവസവും ഒരു റെക്കോർഡഡ് വീഡിയോസ് വരിക. 18 ദിവസം. അതിന് 1999 രൂപ, 2000 1 രൂപ കുറവ്. 1990 രൂപയാണ് അത് വരിക. അപ്പൊ അതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കുറച്ചുകൂടി ഇതിനെ സ്റ്റഡി ചെയ്യാൻ കുറച്ചുകൂടി താല്പര്യമുള്ളവർക്ക് ഉള്ളതാണ്. അപ്പൊ ഇതിന്റെ സയന്റിഫിക് ഫാക്ട് എന്താ, അതായത് ഇപ്പൊ നമ്മള് സന്ധ്യയിൽ വിളക്ക് എത്തിക്കലുണ്ട് അല്ലേ? ഇതിനെ വിളക്ക് എത്തിക്കുന്നത് അതൊരു പ്രാർത്ഥന. പ്രാർത്ഥന അല്ലേ? അതാണ് നമ്മളൊക്കെ ധരിച്ചിരിക്കുന്നത്. കാരണം പണ്ടേ ഇവിടെ ഒന്ന് ഭയം, ഭക്തി, ഇതൊക്കെയാണ് ഇവിടുത്തെ സെല്ലിങ് സാധനം. അപ്പൊ യഥാർത്ഥത്തിൽ എന്താണെന്ന് വെച്ചാൽ സന്ധ്യാസമയത്താണ് കൂടുതൽ കൊതുകൊക്കെ വരിക, കണ്ടിട്ടില്ലേ? അണുക്കളൊക്കെ കൂടുന്ന സമയം. അപ്പം ബാക്കി എല്ലാ ജനലും വാതിലൊക്കെ അടച്ചിട്ട് ഫ്രണ്ടിലുള്ള വാതിലും മാത്രം തുറക്കണം. അവിടെ ഒരു പ്യൂരിഫയർ കൊണ്ടുപോക്കലാണ് യഥാർത്ഥത്തിൽ ഒരു വിളക്ക് കത്തിച്ചേക്കല്. അപ്പൊ അണുക്കളൊക്കെ എന്താവും, അതിലേക്ക് വന്ന് ഇതാവും. ഇങ്ങനെ ഓരോന്നിനും കുറെ സയൻസ് ഉണ്ട്. നമ്മളെ ആചാരം, കീഴ്വഴക്കം, ഇതൊന്നും വെറുതെ ഉള്ളതല്ല. അതിന്റെ പിന്നെയുള്ള സയന്റിഫിക് സൈഡ് നമ്മൾ അറിയാം. അതാണ് സയന്റിഫിക് വാസ്തു. അപ്പൊ 18 ദിവസമായിട്ടാണ് അത് നമ്മളെ സൗകര്യം പോലെ അത് ഇട്ട് കാണാം കേട്ടോ. ക്ലാസ്സിൽ ഇത്ര മണി മുതൽ ഇത്ര മണി എന്ന് കഴിഞ്ഞാൽ അത് നമുക്ക് സൗകര്യം പോലെ ഇരുന്ന് കാണാം. ആ റെക്കോർഡിംഗ് ആയിട്ടുള്ളതാണ് വരിക. അത് നമ്മൾ കറക്റ്റ് ആയിട്ട് ഒരു 18 ദിവസം കൊണ്ട് നമ്മൾക്ക് എന്താ പറയാ, നമ്മളെ ലൈഫിൽ അപ്ലൈ ചെയ്യാനുള്ള ഒരു സാധനമാകും. എല്ലാം ഓൺലൈൻ ആണോ കോഴ്സുകൾ? അത് എല്ലാം ഓൺലൈൻ എന്ന് പറഞ്ഞുകൂടാ. നമുക്ക് ഒരു 1 year ഡിപ്ലോമ ഇൻ വേദിക് വാസ്തുശാസ്ത്ര എന്ന് പറയും. അതായത് 1 വർഷത്തെ ഡിപ്ലോമ കോഴ്സാണ്. അതൊരു പ്രൊഫഷണൽ കോഴ്സാണ്. അതെന്ന് പറഞ്ഞാല് ഇയാൾക്കും വേണമെങ്കിൽ വാസ്തു കൺസൾട്ടന്റ് ആകാം. നല്ലതാണ്, ആർക്കും വേണം വാസ്തു കൺസൾട്ടന്റ് ആകുക എന്നുള്ളത്. അത് 1 വർഷത്തെ കോഴ്സ് ആക്കണം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ തന്നെ കുറെ പഠിച്ചു, ചോദ്യം ചെയ്തു, കുറെ ഇതൊക്കെ ചെയ്തു, അങ്ങനെ നമ്മൾ തന്നെ ആയി വരേണ്ട ഒരു സാധനം. ഈ എന്താ പറയില്ല, എക്സ്പീരിയൻസ് ഈസ് ദ മാസ്റ്റർ എന്ന് പറയില്ല, അനുഭവമാണ് ഗുരു എന്ന് പറയില്ലേ. അപ്പൊ അനുഭവിച്ചാലാണ് നമുക്കത് കറക്റ്റ് ആയിട്ടുള്ള അറിയാം. അപ്പോൾ നമ്മൾ അതിൽ 1 വർഷത്തെ കോഴ്സിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ A to Z എല്ലാം പഠിക്കും. അതെന്ന് പറഞ്ഞാൽ വെറും അതിൽ നമ്മൾ ഈ നാടൻ ആശാരിമാരുടെ കണക്ക് മുതൽക്ക് ഹൈലി സയന്റിഫിക് ആയിട്ടുള്ള നോളജ് വരെ നമ്മൾ അതിൽ പഠിക്കും. അതെന്ന് പറഞ്ഞാല് പണ്ട് മുതലേ നമ്മൾ കുറെ ഗ്രന്ഥങ്ങളാണ്. അത് മയമതം, മാനസാരം, മനുഷ്യാലയ ചന്ദ്രിക, സമരാങ്കണ സൂത്രധാര, അപരാജിത പ്രജ്ഞ, അങ്ങനെ കുറെ ഗ്രന്ഥങ്ങളുണ്ട്. അപ്പൊ അതിൽ നിന്നൊക്കെ ഉള്ള കാര്യങ്ങളെല്ലാം കൂടി വായിച്ചു തീർക്കാനൊന്നും നടക്കില്ല. അപ്പൊ അതിൽ നിന്നൊക്കെ കളക്ട് ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. കളക്ട് ചെയ്തിട്ട് വേണ്ടത് എടുത്ത് കൃത്യമാക്കിയിട്ട് ആക്കിയ, എന്നിട്ട് ഒരു 24 ക്ലാസ്സുകൾ ഓൺലൈൻ ആയിട്ടുണ്ടാവും. പിന്നെ പ്രാക്ടിക്കൽ ഉണ്ടാവും. അപ്പൊ കുറ്റിയടിക്കലൊന്നും ഓൺലൈനാക്കി പഠിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അതിൽ 2 കാര്യമുണ്ട്. ഒന്ന്, നമുക്ക് അതിൽ പ്രാക്ടിക്കൽ ക്ലാസ് ഉണ്ടാവും. പിന്നെ എവിടെയെങ്കിലുമൊക്കെ കുറ്റിയടിയൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്കും പങ്കെടുക്കാം, എന്നിട്ട് ലൈവായിട്ട് കണ്ടു പഠിക്കാം. അങ്ങനെയുള്ളൊരു സംവിധാനം കൂടി അതിലുണ്ട്. ഒരുപാട് ആളുകൾ ഇപ്പം പഠിച്ചിട്ട് കൺസൾട്ടന്റ് ആയിട്ടുള്ളവരുണ്ട്. 1000-ലും മേലെയായി ഇപ്പൊ. നല്ലതായി. ഇപ്പൊ ഇനി വരാൻ പോണത് 19ാമത്തെ ബാച്ചാണ്. അപ്പൊ നല്ലതായിട്ട് തന്നെയാണ്. 1 വർഷം കൊണ്ട് തന്നെ അതാവും, നല്ല റിസൾട്ട് വരും. ഒന്ന്, നമ്മളെ ലൈഫില്, 2 ബാക്കിയുള്ളവരുടെ ലൈഫിന് ഇമ്പ്രൂവ് ചെയ്യാൻ നമുക്ക് സഹായിക്കാൻ പറ്റും. മാത്രമല്ല പൈസയും കിട്ടും. ഇപ്പൊ നല്ലൊരു പ്രൊഫഷനാണ് വാസ്തു നോക്കുക, വാസ്തു കൺസൾട്ടന്റ്. പക്ഷെ സാറിന് തീരെ പൈസനെ പറ്റി ചിന്തയില്ല കേട്ടോ. 9 രൂപയ്ക്ക് ഇത്രേ ചെറിയ നമുക്ക് അത് ആ ഒരു പർട്ടിക്കുലർ പ്രോഗ്രാമിനാണ് 9 രൂപ. അതൊരു അവയർനെസ് ആണ്. പിന്നെ ബാക്കിയുള്ളതിനൊക്കെ അതിനനുസരിച്ച് 1 വർഷത്തെ ഡിപ്ലോമ കോഴ്സ് എന്ന് പറഞ്ഞാല് അത് സർട്ടിഫൈ ചെയ്യണ NACTET എന്ന് പറയും, നാഷണൽ കൗൺസിൽ ഫോർ ടെക്നോളജി ആൻഡ് ട്രെയിനിങ്. അപ്പൊ അവർക്കൊക്കെ പൈസ കൊടുക്കാൻ ഞാൻ ശരിയാവില്ലല്ലോ. അപ്പൊ അതിനനുസരിച്ചിട്ട് അത് പ്രൊഫഷണൽ കോഴ്സ് ആകുമ്പോൾ അതിനനുസരിച്ച് അതിന്റെ ഫീസ് വരും. അത് വരും. എന്താണെന്ന് വെച്ചാല് സമൃദ്ധി എന്ന് പറയുന്നത് ഫയർ കാച്ചസ് ഫയർ എന്നാ. അതായത് ധനം ഉള്ളിടത്താ ധനം വരിക. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നമ്മളെപ്പോഴും ദാരിദ്ര്യം പറഞ്ഞുകൊണ്ടിരുന്നാൽ എന്താവും, ദാരിദ്ര്യം തന്നെ നമ്മളെ പിന്തുടരും. ഇത് നല്ല നല്ല പ്ലേറ്റ് ഒക്കെ വീട്ടിലുണ്ടാവും, വിരുന്നുകാർ വന്ന് എടുക്കാന്. എന്നിട്ട് എന്താ, നമ്മള് പഴയതിലൊക്കെ തന്നെ ഭക്ഷണം കഴിക്കും, ഉള്ള സ്റ്റീലിന്റെ ഇതിലൊക്കെ അല്ലെ. നല്ല ഡ്രസ്സൊക്കെ ഉണ്ടാവും, പുറത്തു പോകുമ്പോ ഇടാനാണ്. എന്നിട്ട് കീറിയും പാറയൊക്കെ വീട്ടിലിടും. അതൊരു നമ്മൾ അറിയാണ്ട് ദാരിദ്ര്യം നമ്മളൊരു നേച്ചറായിട്ടുണ്ട്. അത് ആരും കുറ്റമൊന്നുമില്ല. നമ്മള് പണ്ടേ ഇതായിരുന്ന 2 വൈനേനെ കണ്ടാൽ സന്തോഷമാണ്, 1 വൈനയില ദുഃഖം. ഇങ്ങനെ നമ്മൾ അറിയാണ്ട് കുറെ നമ്മളെ നെഗറ്റിവിറ്റീസ് ഇങ്ങനെ പിന്തുടർന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പൊ അത് നമ്മൾ ശരിക്കും എനിക്ക് വേണ്ട സമൃദ്ധിയാ.
അപ്പൊ അതിനെക്കുറിച്ച് ചിന്തിക്കുക. ആ കൂടി 3 ഫംഗ്ഷനേ ഉള്ളൂ: മനസ്സ, വാച, കർമ്മണ. പറയുന്നത്, എന്താ പറയാ, പ്രവർത്തിക്കണത്, ചിന്തിക്കണത്. അപ്പൊ ഇതിൽ നമ്മൾ സമൃദ്ധി കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾ ലൈഫിൽ സമൃദ്ധിയാവും. അതാണ് 1 വർഷം കൊണ്ട് നമ്മൾ അങ്ങനെയുള്ള ഒരു തലത്തിൽ എത്തും. അത് ആ ഒരു ഇതിലെത്തും, നമുക്ക് അതിൽ ഇതായി സമൃദ്ധിയിൽ ജീവിക്കാൻ, എബൻഡൻസിൽ. അപ്പൊ എന്താവും, നമുക്ക് ബാക്കിയുള്ളവരെ അടുത്ത് ഉള്ള കാര്യമല്ലേ ബാക്കിയുള്ളവർക്ക് കൊടുക്കാൻ പറ്റുമല്ലേ. അപ്പൊ ആദ്യം നമുക്ക് സമൃദ്ധിയിലായാലും വേറെ ഒരാളെ സമൃദ്ധി പഠിപ്പിക്കാൻ പറ്റുള്ളൂ. യെസ് ഓർ നോ? അതാണ് നമ്മളുള്ള സാധനം കൊടുക്കുക. അപ്പൊ നമ്മൾ കഷ്ടപ്പെട്ടിട്ട് ബാക്കിയുള്ളവരുടെ അടുത്ത് സമൃദ്ധി പറഞ്ഞാലാവുക. അപ്പൊ നമ്മൾ തന്നെ അത് ആദ്യം അനുഭവിക്കാന്ന് ആണ് 1 വർഷത്തെ ഡിപ്ലോമ ഇൻ വേദിക് വാസ്തുശാസ്ത്രം. വാസ്തുശാസ്ത്രത്തിലെ 1 വർഷത്തെ ഡിപ്ലോമ കോഴ്സ്. ഈ വേദിക് വാസ്തു എന്ന് പറയുമ്പോൾ നമ്മളെ ഈ ഗ്രന്ഥങ്ങളിലുള്ളതും അതുപോലെ തന്നെ സയന്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. അതിന്റെ എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്, അതിന്റെ ആ സയന്റിഫിക് സൈഡും കൂടി നമ്മൾ പഠിക്കും. അതായത് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാല് നമ്മൾ ഇത് വാസ്തു കൈ പോകുമ്പോൾ എല്ലാരും ചോദ്യം ചെയ്യാനൊക്കെ ചോദിക്കും, അതെന്താ അങ്ങനെ, ഇതെന്താ അങ്ങനെ. അപ്പൊ അത് പറയാനുള്ള ഒരു ഗഡ്സ് നമുക്ക് വേണ്ടേ. ഇതിന്റെ പിന്നിലൊരു സയൻസ് ഉണ്ടെന്ന് അല്ലെങ്കിൽ ഒരു സയന്റിഫിക് റീസൺ ഉണ്ടെന്ന് ആരും ചിന്തിക്കില്ല. ഇല്ല. കാരണം എന്ന് പറഞ്ഞാല് ആരും കുറ്റമല്ല. പണ്ടേ നമ്മളിവിടെ ഒരു സെല്ലിംഗ് മെത്തേഡ് വിശ്വാസത്തിന്റെ പേരിലാണ്. അപ്പൊ അത് അങ്ങനെ വലിയ പ്രശ്നം കേട്ടോ. അകതാവും ഇതാണ് കറ്റിമല ഇങ്ങനെയാ. അപ്പൊ അത് കേൾക്കുമ്പോഴേ നമ്മളെ കൊണ്ട് സ്റ്റക്ക് ആവും. യഥാർത്ഥത്തിൽ ഈ കെട്ടുവീഴുന്നത് നമ്മളെ ഉള്ളിലാ. അപ്പൊ അതിന്റെ സയന്റിഫിക് റീസൺ എന്താ അത് കണ്ടിട്ട് നമ്മൾ അതിനെ ക്യൂർ ചെയ്യുകയാണെങ്കിൽ ഈസിയാ. അപ്പൊ വളരെ എളുപ്പമാണ് അത്. പക്ഷെ എന്ന് പറഞ്ഞാൽ നമ്മൾ അത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിന് നമ്മളൊരു ടൈമും സ്പേസും മണിയും ഒക്കെ ചിലവാക്കേണ്ടി വരും. എല്ലാത്തിനും വേണമല്ലോ. ഇപ്പൊ നമ്മള് ലൈഫ് ഉണ്ട്. ഇപ്പൊ ഒരു ടീച്ചർ, അധ്യാപകം വെറുതെ ആകാൻ പറ്റൂല. അധ്യാപകൻ BEd ഒക്കെ പഠിച്ച് ഇങ്ങനെ ഒരു ഇതാണ്. ഇപ്പൊ ഡോക്ടർ ആണോ, ഡോക്ടർക്ക് വലിയ ഫീസാ. പക്ഷെ ഡോക്ടർ ആണെന്നുണ്ടല്ലോ കുറെ ഘട്ടങ്ങളിലായിട്ട് പഠിക്കണം, അത്രയും ധനമൊക്കെ ചെലവാക്കണം. അതുപോലെ തന്നെ വാസ്തു പഠിക്കാൻ നമ്മൾ 1 വർഷം ചെലവാക്കിയാൽ മതി. അപ്പൊ അതിന്റെ ഒരു ഫീ കാര്യങ്ങളൊക്കെ ഉണ്ട്. മാസം ഇൻസ്റ്റാൾമെന്റ് ആയിട്ടുള്ള അടയ്ക്കാനുള്ള ഒരു വ്യവസ്ഥയുണ്ട്. ഒരുമിച്ചിട്ട് എല്ലാവർക്കും അടിക്കാൻ ബുദ്ധിമുട്ടായതിനെ കൊണ്ട് അങ്ങനെയുള്ളൊരു സിസ്റ്റം ഉണ്ട്. 100% റിസൾട്ട് വരും. വെറുതെ പറയല്ല, ഞാൻ അനുഭവത്തിൽ നിന്ന് പറയാം. ആ റിസൾട്ട് നമുക്ക് നമ്മുടെ ലൈഫിൽ എടുക്കാൻ പറ്റും, നമുക്കത് മറ്റുള്ളവർക്ക് കൊടുക്കാനും പറ്റും. 100%. നമ്മള് ഇപ്പൊ വീടുകളിൽ ഇപ്പൊ ഓരോ പ്രശ്നങ്ങള് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വരുമ്പോ സാധാരണ ഇപ്പൊ നമ്മൾ കണ്ടിട്ടുള്ളതൊക്കെ അത് പറയും, അത് പൊളിച്ചു മാറ്റണം അല്ലെങ്കിൽ അങ്ങനത്തെ അതൊക്കെ ഭയങ്കര കാശ് ചെലവാണ്, ഭയങ്കര പേടിപ്പെടുത്തുന്ന സംഭവമാണ്. നമുക്ക് അതല്ലാണ്ട് വേറെ എന്തെങ്കിലും റെമഡി വാസ്തു, വേറെ എന്തെങ്കിലും മെത്തേഡ്സ് കാര്യങ്ങളുണ്ടോ? സാർ എങ്ങനെയാണ് അത് ഫോളോ ചെയ്യുന്നത്? വെരി ഗുഡ്, നല്ല ചോദ്യം. കേരളത്തിന് ഇപ്പൊ അത്യാവശ്യമായിട്ടുള്ള സാധനം അത്. എല്ലാവർക്കും ഒരു പേടിയാണ് വാസ്തു. ഇപ്പൊ ഞാൻ എന്നെ വിളിച്ചാൽ തന്നെ സാറേ പൊളിക്കാനൊന്നും പറയുന്നത്. അതാണ്, എല്ലാവർക്കും പേടിയാണ് വാസ്തുക്കാരനെ വിളിക്കാൻ തന്നെ. ഇനി ഇയാളെന്താ പറഞ്ഞുകൂടാന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ഇതിൽ പൊളിക്കേണ്ടെന്ന് ആവശ്യമില്ല. ഇത് എന്തുകൊണ്ടാണ് പൊളിക്കേണ്ടി വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ വെറും ചുറ്റളവിൽ മാത്രം സ്റ്റക്കായി നിൽക്കണോണ്ടാണ്. അപ്പൊ ചുറ്റളവ് ശരിയില്ല, അപ്പൊ അത് ചെറുതാക്കണം, അപ്പൊ പൊളിക്കേണ്ടി വരും. അപ്പൊ അതൊരു ട്രഡീഷണലി പണ്ട് അങ്ങനെ ഒരു സിസ്റ്റം ആയിരുന്നു. ഇപ്പൊ നമ്മള് ഓടോ അല്ലെങ്കിൽ കഴുക്കോലോ ഒക്കെ ഇപ്പൊ ഉപയോഗിക്കുന്നുണ്ടോ? ഇല്ല, കാലഘട്ടം മാറി. അപ്പൊ RC വീടാ. അപ്പൊ അതിനാകുമ്പോ അതിനനുസരിച്ചിട്ട് ആ നിയമങ്ങൾ മാറണം, അല്ലെങ്കിൽ മാറ്റാം. ഇപ്പൊ സാധാരണ പറയും സൂത്രം ഇല്ല, അപ്പൊ ദ്വാരം ഇട്ട് കൊടുക്കണം. ഇപ്പൊ ഫ്ലാറ്റിലാണ്, ദ്വാരം ഇട്ട് കഴിഞ്ഞാൽ അടുത്ത ആളെ ബെഡ്റൂം ഒക്കെ ഇരിക്കും. ഇല്ലേ? ഞാൻ കേട്ടിട്ടുണ്ട് വീടുകളില് സർക്കുലേഷന് വേണ്ടിയിട്ട് സൂത്രം ഇടണം എന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ സത്യമാണ് കേട്ടോ. പക്ഷെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനല്ലാണ്ടും മെത്തേഡ്സ് ഉണ്ട്. അതാണ് റെമഡിയൽ വാസ്തു എന്ന് പറഞ്ഞിട്ട് ഒരു കോഴ്സ് ഉണ്ടാകുന്നത്. അത് 3 ദിവസത്തെ റെസിഡൻഷ്യൽ പ്രോഗ്രാമാണ്. 3 ദിവസം താമസിച്ച് പഠിക്കണം. അപ്പോ നമ്മള് ഈ അതിരപ്പള്ളിയിൽ നിന്നായിരുന്നു കഴിഞ്ഞ ഇതിലാണ്. അപ്പൊ ആ ഒരു 3 ദിവസം നമ്മള് ലൈഫിൽ ഇതിന് കൊടുക്കുകയാണ്. അപ്പൊ അതിൽ നമ്മൾ കുറെ ടെക്നിക്സ് പഠിക്കും. ടെക്നിക്സ് പഠിക്കുന്ന പറഞ്ഞാല് നമ്മളെ കേരളത്തിലേ ഉള്ളൂ ഇങ്ങനെ ഒരു റിജിഡ് ആയിട്ടുള്ള സിസ്റ്റം ഉള്ളൂ. ഇപ്പൊ ഫ്ലാറ്റിലാണ് നമ്മൾ എങ്ങനെയാ അപ്ലൈ ചെയ്യാ? അതാണ്. അപ്പൊ നമുക്കിപ്പോ അഗ്നി എന്ന് പറയാണ്, അഗ്നികോണ്. അപ്പൊ അഗ്നികോണ് കട്ടാണ്, അതായത് ഇത് വീട്ടിനില്ല. അപ്പൊ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഫ്ലാറ്റിലൊക്കെ ആണെങ്കിൽ നമുക്ക് അഗ്നികോൺ ഉണ്ടാക്കാൻ പറ്റുമോ? അപ്പൊ നമ്മളൊരു ദീപം കത്തിച്ച് വെച്ചാലും അഗ്നിയായി. മനസ്സിലായില്ലേ? എനർജി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ എല്ലാത്തിനും പരിഹാരമുണ്ട്. അതുപോലെ കുറെ ഉണ്ട്. ഞാനൊരു 18ഓളം തരത്തിലുള്ള വാസ്തുശാസ്ത്രങ്ങൾ ഞാൻ പഠിച്ചിട്ടുണ്ട്. പല സ്ഥലത്തുനിന്നും പല ഇതിൽ നിന്നുമായിട്ടാണ് കേട്ടോ. കുറെ കാലം എടുത്തിട്ട് തന്നെ പഠിച്ചതാണ്. അപ്പൊ ഈ 18 ഇതിലുള്ള ഏതെങ്കിലും ഒന്ന് സൂട്ടാവും. അപ്പൊ ഈ റെമഡിയൽ വാസ്തുവിൽ ഈ 18 തരത്തിലുള്ളതും നമ്മൾ പഠിപ്പിക്കും. അപ്പൊ അത് പഠിച്ചു കഴിഞ്ഞാൽ ഒരാൾക്ക് ഡയറക്ട്ലി വാസ്തു കൺസൾട്ടന്റ് ആകാം. അപ്പൊ അതിലെന്താണെന്ന് വെച്ചാൽ നമ്മൾ 1 പൊളിച്ചു മാറ്റാത്ത പരിഹാരം, 2 നമ്മൾക്കും ഒരു എനർജി ഉണ്ട്. ഇപ്പൊ നിങ്ങളെ മാതിരി നിങ്ങൾ മാത്രമേ ഉള്ളൂ.
നിങ്ങളൊരു യൂണിക് പീസാ. ഈശ്വരൻ ഇതുമാതിരി വേറെ ഉണ്ടാക്കിണ്ടാ ഒരാളെ മാതിരി 7 ആളുണ്ടെന്നൊക്കെയാ പറയാ, പക്ഷെ 7 ആളുടെ ഒരേ ക്യാരക്ടർ ആയിരിക്കണമെന്നില്ലല്ലോ. അതാണ് യു ആർ എന്താണ് എന്താ പറയാ യൂണിക്. അതെന്ന് പറഞ്ഞാൽ നമ്മളെന്താണ് ഒരു പ്രത്യേക ഒരു വേർഷൻ ഉണ്ടല്ലോ, അതാണ്. അങ്ങനെയാണ് ഓരോ ആളുകൾ, അതിന് പകരം വെക്കാൻ വേറെ ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഒരു എനർജി ഉണ്ട്. അപ്പൊ ആ എനർജി കണ്ടെത്തിയിട്ട് അതിനനുസരിച്ച് നമ്മൾ ആക്കുകയാണെങ്കിൽ നമ്മളെ പ്രൊഫഷൻ, നമ്മളെ ജോബ്, ഇതൊക്കെ നമുക്കത് ഒരുപാട്. അതുപോലെ തന്നെ എന്താ പറയുക നമ്മളെ വീട്, ഇവൻ നമ്മളെ ലൈഫ് പാർട്ട്ണർ, ഇതൊക്കെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എന്താ പറഞ്ഞാൽ ഇതൊക്കെ തരുന്നത് സോഴ്സ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മളെ വീട് തന്നെയാണ്. അതെങ്ങനെയാ വീട് തരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇപ്പൊ നമുക്ക് നല്ല ബോധമുണ്ട് അല്ലേ? ഉണ്ടോ? ഉണ്ട്. നേരെ കുറച്ച് നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞാലോ ബോധം ഉണ്ടായില്ല, നമ്മള് ഡെഡാ. അപ്പൊ എല്ലാ ദിവസവും നമ്മൾ ഒരു വീട്ടിലാണ് സ്ഥിരമായിട്ട് ഉറങ്ങുന്നത്. അപ്പൊ എന്താവും? പേരെന്താ? പേൾ. നല്ല പേരാട്ടോ. അപ്പൊ പേൾ എപ്പോഴാ ഉണ്ടാകുക? പേളിന് ബോധം ഉണ്ടെങ്കിൽ, ഉറങ്ങിക്കഴിഞ്ഞാൽ പേൾ ഉണ്ടാ ഇല്ല. അപ്പൊ അത് 5 എലമെന്റ് കൊണ്ട് ഉണ്ടാക്കിയ ഒരു സാധനം കിടക്കണം. അപ്പൊ നമ്മളെ വീടും ഉണ്ടാക്കിയിരിക്കുന്ന ഈ പഞ്ചഭൂതങ്ങളും ഉണ്ടാ, അതായത് ഭൂമി, ജല, ആകാശം, വായു എന്നൊക്കെ പറയും. നമ്മളിപ്പോ പറയില്ല ഈശ്വരൻ എങ്ങനെയാ മനുഷ്യനെ ഉണ്ടാക്കി? ബൈബിൾ വായിക്കില്ല, മണ്ണുകൊണ്ട്. എല്ലാവർക്കും മണ്ണ് മാത്രമേ അറിയാനുള്ളൂ കേട്ടോ. മനുഷ്യനെ മണ്ണ് വെള്ളം കൂട്ടി കുഴച്ചു, ചൂളക്ക് വെച്ചു, അവസാനം ശ്വാസോതി ഇങ്ങനെ പറയുന്നു. അതായത് ഈ ഖുർആനിലും ബൈബിളിലൊക്കെ പറയുന്നത് ഒരു കാവ്യാത്മകമായിട്ട് പറഞ്ഞാണ് യു ആർ മെയ്ഡ് അപ്പ് ഓഫ് 5 എലമെന്റ്സ്. നിങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന പഞ്ചഭൂതങ്ങൾ കൊണ്ടാണ്. അതൊരു കാവ്യാത്മകമായിട്ട് അതിൽ പറഞ്ഞാണ്. അതാണ് മണ്ണ് വെള്ളം കൂട്ടി കുഴച്ചു, ചൂളക്ക് വെച്ചു, അവസാനം ശ്വാസോതി. അതായത് 5 എലമെന്റ്സ് അവിടെ വന്നു. അപ്പൊ ആ ഒരു സാധനം ഉണ്ടല്ലോ, നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞാൽ പേളില്ല, പിന്നെ ഈ 5 എലമെന്റ്സ് ഉണ്ടാകുക, ആ ബോഡി ഉണ്ടാകുക. അപ്പൊ നമ്മളെ വീട്ടിൽ എങ്ങനെയാണോ ആ പഞ്ചഭൂതങ്ങൾ, അതും നമ്മളെ ബോഡിയായിട്ട് സിങ്ക്രണൈസ്ഡ് ആവും. അങ്ങനെയാണ് വാസ്തു ബാധിക്കുന്നത്, ചുറ്റുള്ള നോക്കിയിട്ടല്ല. അപ്പൊ നമ്മൾ എല്ലാ ദിവസവും ഒരേ സ്ഥലത്ത് തന്നെ കിടക്കുന്നതൊക്കെ ആകുമ്പോ എന്താവും? നമ്മളും ആ സ്ഥലമായിട്ട് ഒരു സിങ്ക്രണൈസ്ഡ് ആവും. അപ്പൊ യത് പിണ്ടേ തദ് ബ്രഹ്മാണ്ടം എന്ന് പറയും. ഈ പിണ്ടോ ഈ ബ്രഹ്മാണ്ടോ ചുറ്റുമുള്ളത് ഒന്നായി ചേരും. അപ്പൊ നമ്മളെ വീട്ടില് എസ്പെഷ്യലി നമ്മളെ ബെഡ്റൂമില് എന്തെങ്കിലും പ്രോബ്ലമോ എന്തെങ്കിലും അതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തന്നെയായിരിക്കും നമ്മളതിൽ വരിക, എഫക്ട് ചെയ്യും. അതാണ് കാരണം. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം നമുക്ക് ബോധമില്ല ഉറങ്ങിക്കഴിഞ്ഞാല്. അപ്പൊ ആ ഒരു എഫക്ട് ചെയ്യുന്നതിനെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യലാണ് ഈ റെമഡിയൽ വാസ്തുവിൽ ചെയ്യുന്നത്. അപ്പൊ അതാ ഇന്ന സ്ഥാനത്ത് വെള്ളം വേണം, ഇന്ന സ്ഥാനത്ത് അഗ്നി വേണം, ഇത് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ റിസൾട്ട് വരും. പ്യുവർ സയൻസ് ആണ്. പക്ഷെ എന്ന് പറഞ്ഞാല് നമ്മളൊക്കെ ഈ പറഞ്ഞ ഒരു വിശ്വാസത്തിന്റെ അതിൽ പോകുമ്പോ എല്ലാവർക്കും പേടിയാണ്, ഡൗട്ടാണ്, ഇതൊക്കെ വരും. പക്ഷെ ഇതൊരു ഞാൻ പറയാ പ്രൂവൻ സക്സസ് മെത്തേഡ് എന്ന് പറയാം, തെളിയിക്കപ്പെട്ട സക്സസ്ഫുൾ ആയിട്ടുള്ള മെത്തേഡാ. ഇതെനിക്ക് ഒരുപാട് റിസൾട്ട് ഉണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഈ പറയുന്നത്. അപ്പോ ഈ റെമഡിയൽ വാസ്തു നമ്മൾ ചെയ്യുകയാണെങ്കിൽ എന്ത് തന്നെ ആയിക്കോട്ടെ നിങ്ങളെ സിറ്റുവേഷൻ റിസൾട്ട് വരാൻ പറ്റും, അതിലേക്ക് മാറ്റാൻ പറ്റും. പിന്നെ ഒരുപാട് എനർജറ്റിക് ആവും, ഒരുപാട് ഹാപ്പി ആവും, പിന്നെ നമ്മളെ കമ്മ്യൂണിക്കേഷൻസും അതൊക്കെ മാറി മാറി വരും. ഗുഡ്. അപ്പൊ പറയുക എന്താണ്? വാസ്തുശാസ്ത്രം ഉപയോഗിക്കുക, സമൃദ്ധിയിൽ ജീവിക്കുക. ഇത്ര നേരം ഒരുപാട് അറിവുകൾ നമ്മളായിട്ട് പങ്കുവെച്ച നിഷാന്ത് സാറിന് നന്ദി. അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം.